നമസ്കാരം. വീണ്ടും ഒരു വൈശാഖ മഹോത്സവകാലം വരികയാണ്. കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള ദിവസങ്ങളിലാണ് ഉത്സവം നടക്കുന്നത്. പുരളിമലയിലെ കട്ടൻ രാജവംശവുമായി ബന്ധപ്പെട്ട് ആദ്യം കട്ടിയൂർ എന്നായിരുന്നു ഈ സ്ഥലത്തിൻ്റെ പേര്. കാലക്രമേണ ഈ പേര് കൊട്ടിയൂർ എന്നായി മാറുകയായിരുന്നു. ഭഗവാൻ പരമശിവനെ അപമാനിക്കാൻ സതിയുടെ പിതാവായ ദക്ഷൻ യാഗം നടത്തിയ സ്ഥലമാണ് കൊട്ടിയൂർ. പരമശിവനെ സതി വിവാഹം ചെയ്തതിൽ ഇഷ്ടപ്പെടാത്ത ദക്ഷൻ 14 ലോകത്തെ ശിവൻ ഒഴികെ എല്ലാവരെയും ക്ഷണിച്ച് യാഗം നടത്തി. ക്ഷണിച്ചില്ലെങ്കിലും സതീദേവി യാഗം കാണാനായി അവിടെ പോവുകയുണ്ടായി. അവിടെ വെച്ച് പരമശിവനെ ദക്ഷൻ അവഹേളിച്ചതിൽ ദുഃഖിതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി. പരമശിവൻ ഇതറിഞ്ഞ് കോപാകുലനായി തൻ്റെ ജട പറിച്ച് നിലത്തടിക്കുകയും അതിൽ നിന്നും വീരഭദ്രനും ഭദ്രകാളിയും ജനിക്കുകയും ചെയ്തു. യാഗശാലയിലേക്ക് ഇരച്ചു കയറിയ വീരഭദ്രൻ ദക്ഷൻ്റെ ശിരസറുത്തു. സതിയുടെ ശരീരവുമായി ശിവൻ സംഹാര താണ്ഡവമാടി. ദേവന്മാരും ഋഷിമാരും ബ്രഹ്മാവും വിഷ്ണുവും എല്ലാം ചേർന്ന് ശിവനെ ശാന്തനാക്കി. എന്നാൽ ഇതിനിടയിൽ ദക്ഷൻ്റെ തല ചിതറിപ്പോയിരുന്നു. ആടിൻ്റെ തല ചേർത്ത് ശിവൻ ദക്ഷനെ പുനരുജ്ജീവിപ്പിച്ചു. യാഗവും പൂർത്തിയാക്കി. പിന്നീട് ആ പ്രദേശം വനമായി മാറി. കുറിച്യരുടെ വാസസ്ഥലമായി മാറിയ കൊട്ടിയൂരിൽ ഒരിക്കലൊരു കുറിച്യ യുവാവ് തൻ്റെ അമ്പിൻ്റെ മൂർച്ച കൂട്ടാനായി അവിടെ കണ്ട ശിലയിൽ ഉരച്ചപ്പോൾ ശിലയിൽ നിന്ന് രക്തം വാർന്നു. അതറിഞ്ഞെത്തിയ പടിഞ്ഞാറ്റ നമ്പൂതിരി കൂവയിലയിൽ കലശമാടിയെന്നാണ് ഐതിഹ്യം. കണ്ണൂർ ജില്ലയുടെ കിഴക്ക് വയനാട് ജില്ലയോട് ചേർന്നാണ് കൊട്ടിയൂർ. വളപ്പട്ടണം പുഴയുടെ കൈവഴിയായ ബാവലിപ്പുഴ കൊട്ടിയൂരിനെ രണ്ടായി മുറിക്കുന്നു. പുഴയുടെ തെക്ക് ഭാഗത്താണ് ഇക്കരെ കൊട്ടിയൂർ. ഇവിടെ സ്ഥിരം ക്ഷേത്രമുണ്ട്. വടക്കു ഭാഗത്താണ് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം. വൈശാഖ ഉത്സവം നടക്കുന്ന അക്കരെ കൊട്ടിയൂരിൽ ഉത്സവകാലത്തേക്ക് മാത്രമായി ക്ഷേത്രം കെട്ടിയുണ്ടാകും. ഉത്സവകാലത്ത് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പൂജകളുണ്ടാവില്ല. മകം നാൾ മുതൽ സ്ത്രീകൾക്ക് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല. 28 ദിവസം നീളുന്ന വൈശാഖ ഉത്സവം തീരുമ്പോൾ പൂജകൾ മുഴുവനാകരുതെന്നാണ് വൈദിക വിധി. ഉത്സവം തുടങ്ങുന്നത് കഴിഞ്ഞ കൊല്ലം മുഴുവനാകാതിരുന്ന പൂജകൾ പൂർത്തിയാക്കിക്കൊണ്ടാണ്. ബാവലിപ്പുഴയിലെ കല്ലുകളും മണ്ണും കൊണ്ടുണ്ടാക്കുന്ന മണിത്തറയും വെള്ളത്തിലും കരയിലുമായി കെട്ടിയുണ്ടാക്കിയ പർണശാലകളും കുടിലുകളും ചേർന്നതാണ് താൽക്കാലിക ക്ഷേത്രം. തുമ്പയും തുളസിയും കൂവളത്തിലയുമാണ് മണിത്തറയിൽ പ്രധാനമായും പൂജയ്ക്കായി ഉപയോഗിക്കുന്നത്. ബാവലിപ്പുഴയിൽ നിന്ന് കിഴക്ക് ഭാഗത്തുകൂടെ ഒഴുകി വരുന്ന വെള്ളം ക്ഷേത്രമുറ്റമായ തിരുവഞ്ചിറയെ വലം വെച്ച് പടിഞ്ഞാറോട്ട് ഒഴുകി പുഴയിൽ തന്നെ ചേരും. ഐശ്വര്യദായിനിയും ആദിപരാശക്തിയുമായ ഭഗവതിയുടെ സാന്നിധ്യമുള്ള അമ്മാറക്കല്ലുമുണ്ട്. അമ്മാറക്കല്ലിന് മേൽക്കൂരയില്ല. ഒരു ഓലക്കുടയാണ് അവിടെയുള്ളത്. ശ്രീ പാർവതി സങ്കല്പമാണ് ഈ അമ്മാറക്കല്ലിനുള്ളത്. രാപ്പകൽ ഒരുപോലെ വിറകരിയുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിലെ തിരുവടുപ്പുകളിൽ നിന്ന് ചാരം നിത്യവും ശിവഭൂതഗണങ്ങൾ നീക്കം ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വാസം. തൃക്കലശാട്ടത്തോടെ ഉത്സവം സമാപിച്ചാൽ പിന്നെ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് അടുത്ത ഉത്സവം വരെ ആർക്കും പ്രവേശനമില്ല. ദക്ഷൻ്റെ താടിയുടെ പ്രതീകമായ ഓടപ്പൂവ് ചുറ്റുമുള്ള കടകളിൽ നിന്നാണ് വാങ്ങാൻ ലഭിക്കുന്നത്. അത് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദമല്ല. ഇത് ഭവനത്തിന് മുന്നിൽ സ്ഥാപിക്കുന്നതിലൂടെ വാസ്തുദോഷം, ഗുളികദോഷം, ശനിദോഷം, രാഹു കേതു ദോഷങ്ങൾ എന്നിവ മാറി ഐശ്വര്യമുണ്ടാകുമെന്നാണ് വിശ്വാസം. ഐശ്വര്യത്തിൻ്റെ പ്രതീകമായാണ് ഓടപ്പൂവിനെ കാണുന്നത്. വീടുകളിലും വാഹനങ്ങളിലും ഐശ്വര്യവർദ്ധനയ്ക്കായി ഇത് തൂക്കിയിടുന്നു. 2026 മെയ് 23 ശനിയാഴ്ച നീരെഴുന്നള്ളത്ത്, മെയ് 29 വെള്ളിയാഴ്ച നെയ്യാട്ടം, മെയ് 30 ശനിയാഴ്ച ഭണ്ഡാരം എഴുന്നള്ളത്ത്, ജൂൺ 5 വെള്ളിയാഴ്ച തിരുവോണം ആരാധന, ജൂൺ 7 ഞായറാഴ്ച ഇളനീർ വെപ്പ്, ജൂൺ 8 തിങ്കളാഴ്ച ഇളനീരാട്ടം, അഷ്ടമി ആരാധന, ജൂൺ 10 ബുധനാഴ്ച രേവതി ആരാധന, ജൂൺ 14 ഞായറാഴ്ച രോഹിണി ആരാധന, ജൂൺ 16 ചൊവ്വാഴ്ച തിരുവാതിര ചതുശതം, ജൂൺ 17 ബുധനാഴ്ച പുണർദം ചതുശതം, ജൂൺ 19 വെള്ളിയാഴ്ച ആയില്യം ചതുശതം, ജൂൺ 20 ശനിയാഴ്ച മകം കലം വരവ്, ജൂൺ 23 ചൊവ്വാഴ്ച അത്തം ചതുശതം, വാളാട്ടം, കലശപൂജ, ജൂൺ 24 ബുധനാഴ്ച തൃക്കലശാട്ട് എന്നിവയാണ് 2026 വൈശാഖ മഹോത്സവത്തിലെ വിശേഷ ദിവസങ്ങൾ. മെയ് 30 അർദ്ധരാത്രി അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഭണ്ഡാരം പ്രവേശിക്കുന്നതിന് മുൻപും ജൂൺ 20 മകം നാളിൽ ഉച്ചശീവേലിക്ക് ശേഷവും അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. കൊട്ടിയൂർ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇളനീർ അഭിഷേകമാണ്.
ആയിരക്കണക്കിന് ഭക്തർ സമർപ്പിക്കുന്ന ഇളനീർ ഉപയോഗിച്ച് സ്വയംഭൂവായ ശിവലിംഗത്തിൽ അഭിഷേകം നടത്തുന്ന ഈ വഴിപാട് വളരെ വിശിഷ്ടമാണ്. ഇതുകൂടാതെ 1000 കുടം ജലാഭിഷേകം, ദേവീപ്രീതിക്കായി നടത്തുന്ന രക്തപുഷ്പാഞ്ജലി, പ്രധാന നിവേദ്യമായ നെയ്പായസം ഇവയെല്ലാം ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ്. തിരുവഞ്ചിറയിലെ ശയനപ്രദക്ഷിണവും വളരെ പ്രത്യേകതയുള്ളതാണ്. വെള്ളത്തിലൂടെ കണ്ണുകെട്ടിയാണ് ശയനപ്രദക്ഷിണം നടത്തേണ്ടത്.